തെരഞ്ഞെടുപ്പ് ദിനത്തിൽ മൗലിക അവകാശം നഷ്ടമാക്കരുതെന്നും മൗലിക അവകാശം ഓരോ പൗരനും വിനിയോഗിക്കണമെന്ന സന്ദേശം നൽകി ദേശീയ കായിക താരം ബാഹുലേയൻ. ദേശീയ കായിക താരവും ലിൻക ബുക്ക് ഓഫ് റെക്കോർഡ് ജേതാവുമായ ധനുവച്ചുപുരം സ്വദേശിയായ ബാഹുലേയനാണ് പ്ലക്കാർഡും കയ്യിലേന്തി കിലോമീറ്ററോളം ദൂരമോടി വോട്ട് രേഖപ്പെടുത്തിയത്. താൻ വോട്ട് ചെയ്യുന്നതോടൊപ്പം എല്ലാവരും മൗലിക അവകാശം വോട്ടായി രേഖപ്പെടുത്തണമെന്ന് പ്ലക്കാർഡും കയ്യിൽ വെച്ചുകൊണ്ടാണ് ബാഹുലേയൻ ഓടിയെത്തിയത്. എന്താണ് ഇത്തരത്തില് ഓട്ടം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എല്ലാവരും വോട്ട് ചെയ്യണമെന്ന് ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് അമരവള മുതൽ ധനുച്ചുരം ബോയ്സ് സ്കൂളിലാണ് വോട്ട്. അവിടെ വോട്ടിടാനാണ് 13 ബൂത്തിലാണ് വോട്ട് ചെയ്യുന്നത്. ആരും മടിച്ചിരിക്കാതെ എല്ലാവരും എത്തണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഓടുന്നത്. അതുപോലെ തന്നെ സംസ്ഥാന ദേശീയ മത്സരങ്ങളിൽ നിരവധി മെഡൽ നേടിയിട്ടുണ്ട്. അതിനുശേഷം സംസ്ഥാനത്ത് 1500 ഫസ്റ്റ്, നാഷണൽ സെക്കൻഡ് ഉണ്ടായിരുന്നു 800 മീറ്ററിന്. ഇങ്ങനെ നിരവധി മത്സരങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇന്ന് അമരവള നിന്നാണ് ഓട്ടം ആരംഭിച്ചത്. അത് ധനുച്ചുരം 13 ബൂത്തിലേക്ക് ഓടി വോട്ടിടാനാണ് തീരുമാനം. എല്ലാവരും വോട്ട് ചെയ്ത് രേഖപ്പെടുത്തുക, അവരവരുടെ മൗലികാവകാശം രേഖപ്പെടുത്തണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഓടിയത്. മുമ്പും ബാഹുലേയൻ ഇത്തരത്തിൽ വ്യത്യസ്തമായ രീതിയിൽ ഓടുകയും ചെയ്തിട്ടുണ്ട്. പാറശാല മുതൽ കാസർഗോഡ് വരെ 650 കിലോമീറ്റർ 9 ദിവസം കൊണ്ട് ഓടി ചരിത്രം കുറിച്ചിട്ടുണ്ട്. കൂടാതെ എല്ലാ വർഷവും ഒരു ദിവസം കൊണ്ട് പാറശാല മുതൽ ശബരിമല വരെ ഓടിയും ചരിത്രം കുറിച്ചിട്ടുണ്ട്. വോട്ട് ചെയ്യാൻ എത്തിയവരും തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് എത്തിയവരും ജനപ്രതിനിധികൾ ഉൾപ്പെടെ ബാഹുലേയനെ അനുബന്ധിച്ചു. അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ 7 ജില്ലകളിൽ കനത്ത പോളിംഗ് ആണ്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിലാണ് ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത്. പോളിംഗ് ബൂത്തുകളിൽ വോട്ടർമാരുടെ നീണ്ട നിരയാണുള്ളത്. ഉച്ചയോടെ ആകെ പോളിംഗ് ശതമാനം 50%-ഓടടുത്തു. മലയോര മേഖലകളിലടക്കം കനത്ത പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. വൈകിട്ട് 6 മണി വരെയാണ് വോട്ടെടുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലെ 595 തദ്ദേശ സ്ഥാപനങ്ങളിലേക്കാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. 3 കോർപ്പറേഷനുകൾ, 39 മുനിസിപ്പാലിറ്റികൾ, 7 ജില്ലാ പഞ്ചായത്തുകൾ, 75 ബ്ലോക്ക് പഞ്ചായത്തുകൾ, 471 ഗ്രാമപഞ്ചായത്തുകൾ എന്നിവിടങ്ങളിലേക്കാണ് ഇന്ന് ജനവിധി. അതേസമയം തിരുവനന്തപുരത്ത് വോട്ടിംഗ് യന്ത്രത്തിൽ LDFന് രേഖപ്പെടുത്തുന്ന വോട്ട് BJPക്ക് വീഴുന്നതായി പരാതി ഉയർന്നു. പൂവച്ചൽ ഗ്രാമപഞ്ചായത്തിലെ പുതിയവിള വാർഡിലെ 1-ാം നമ്പർ ബൂത്തിലാണ് സംഭവം. പരാതി ഉയർന്നതിനെ തുടർന്ന് പോളിംഗ് 1.5 മണിക്കൂറോളം തടസ്സപ്പെട്ടു. 84 വോട്ടുകൾ രേഖപ്പെടുത്തിയ ശേഷമാണ് ഈ സാങ്കേതിക പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ പുതിയ വോട്ടിംഗ് യന്ത്രം എത്തിച്ച ശേഷമാണ് പോളിംഗ് ആരംഭിച്ചത്. ഈ വാർഡിലാണ് നിലവിലെ പൂവച്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സനൽകുമാർ മത്സരിക്കുന്നത്. സംഭവത്തിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്നറിയിച്ച LDF നേരത്തെ വോട്ട് രേഖപ്പെടുത്തിയ വർക്ക് റീപോളിംഗ് അവസരം നൽകണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. കൂടാതെ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനിടെ തിരുവനന്തപുരം വഞ്ചൂരിൽ സംഘർഷമുണ്ടായി. CPM വ്യാപകമായി കള്ളവോട്ട് ചെയ്തെന്നാരോപിച്ചായിരുന്നു സംഘർഷം. BJP പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയായിരുന്നു ചെയ്തത്. ബൂത്ത് 1-ൽ കള്ളവോട്ട് നടന്നെന്നായിരുന്നു ആരോപണം. റീപോളിംഗ് വേണമെന്നാണ് BJP ആവശ്യപ്പെട്ടത്. CPMന് അനുകൂലമായി വോട്ടർ പട്ടികയിൽ നിന്നും ആളുകളെ കൂട്ടത്തോടെ വെട്ടുമാറ്റിയെന്നും ചേർത്തെന്നും ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ നേരത്തെ തന്നെ വഞ്ചൂരിൽ ഉയർന്നിരുന്നു. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.